നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിലെ മിന്നും പ്രകടനത്തോടു കൂടിയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഗോളും 4 അസിസ്റ്റുകളുമായിരുന്നു കേവലം 17 വയസ്സുള്ള ഈ താരം യൂറോ കപ്പിൽ നേടിയിരുന്നത്. കൂടാതെ നിരവധി റെക്കോർഡുകളും അദ്ദേഹം ഇപ്പോൾ തൻ്റെ സ്വന്തം പേരിൽ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അസാധാരണമായ പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ പലരും മെസ്സിയുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നുണ്ട്. മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് ബാഴ്സയിൽ പലരും അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. എന്നാൽ FC ബാഴ്സലോണയുടെ അക്കാദമി പരിശീലകനായ ഓസ്കാർ ലോപ്പസ് ഇക്കാര്യത്തിൽ തൻ്റേതായ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ ആ ഒരു മുന്നിൽ നിന്ന് നയിക്കാനുള്ള ക്വാളിറ്റി അത് ലാമിനെ യമാലിന് കുറവാണെന്നും അത് നേടിയെടുക്കേണ്ടതുണ്ട് എന്നുമാണ് ലോപ്പസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്ന് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു കഴിവാണ്. ടീമിനെ എങ്ങനെ കളിപ്പിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മെസ്സിക്ക് ഉണ്ടായിരിക്കും. താൻ മധ്യനിരയിലേക്ക് ഇറങ്ങി കളിക്കണോ അതോ വിങ്ങുകളിലൂടെ കളിക്കണോ എന്നുള്ളത് മെസ്സി മത്സരത്തിനനുസരിച്ച് മനസ്സിലാക്കും. ടീമിനെ എപ്പോൾ മുന്നിൽ നിന്ന് നയിക്കണം, ടീമിൻ്റെ പ്രകടനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കണോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ എപ്പോഴും മെസ്സിക്ക് ഉണ്ടായിരിക്കും. ടീം മോശമാകുമ്പോൾ അത് മെസ്സി മനസ്സിലാക്കും. അപ്പോൾ കൂടുതൽ മികവിലേക്ക് ഉയർന്നുകൊണ്ട് ആ ഒരു മത്സരത്തിൻ്റെ ഗതി തന്നെ ലയണൽ മെസ്സി നിർണ്ണയിക്കും. അങ്ങനെ മത്സരം ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള ഒരു ക്വാളിറ്റി അത് ലയണൽ മെസ്സിക്കുണ്ട്. അതാണ് യമാൽ കൈവശപ്പെടുത്തേണ്ടത്. ഭാവിയിൽ അദ്ദേഹം അത് നേടിയെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകരിൽ ഒരാളായ ലോപ്പസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. FC ബാഴ്സലോണ ഇന്ന് ലീഗിലെ ആദ്യ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ സീസണിൽ യമാലിനെ ഏറെ ഉപയോഗപ്പെടുത്താൻ പരിശീലകനായ ചാവിക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കും ഇത്തവണ അദ്ദേഹത്തെ കൂടുതൽ വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.